അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഈ ലോകാവസാനത്തെക്കുറിച്ച്, ഈ ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പുകൾ ഓരോന്നായി പരിശോധിക്കുകയാണ് നാം ഏതാനും ആഴ്ചകളായി. ഈ പ്രപഞ്ചം നശിക്കാനുള്ളതാണെന്ന മുന്നറിയിപ്പ് നാം കേട്ടു. അക്കാര്യം മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിന്റെ നാശത്തിന്റെ ലക്ഷണങ്ങളിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ലക്ഷണങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈമാനുള്ളവർക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ബോധമുള്ള, അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെടുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാവനമായ സുന്നത്തുമായി ബന്ധപ്പെടുന്ന വിശ്വാസികൾക്ക് ലോകത്തിന്റെ ചലനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം ഉണർത്തുന്നുണ്ട്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർള് വഹും അൻ ആയാതിനാ മുഅ്രിളൂൻ. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമികളിലുമായി അല്ലാഹുവിന്റെ തെളിവുകൾ എത്രയെത്രയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച്, ഉടമസ്ഥന്റെ ഖുദ്റത്തിനെ കുറിച്ച് വിവരം നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ എത്രയെത്രയാണ്. ആകാശലോകങ്ങളെക്കുറിച്ച് പഠനം നടത്തിയവർ, ഈ ഭൂമിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയവർക്കൊക്കെ മനസ്സിലാകും വിധം വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ എത്രയെത്ര ആയത്തുകളാണ്, പാഠങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. പക്ഷേ വഹും അൻ ആയാതിനാ മുഅ്രിളൂൻ, ഭൂരിഭാഗം ജനങ്ങളും ആ ആയത്തുകൾ പഠിക്കാനോ, ഈ പ്രപഞ്ചത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കാനോ, ഈ ലോകത്തിന്റെ തകർച്ചയെക്കുറിച്ച് പഠിക്കാനോ അവർ തയ്യാറാകുന്നില്ല. വഹും അൻ ആയാതിനാ മുഅ്രിളൂൻ, അവർക്ക് സുഖിച്ച് മതിമറന്ന് ജീവിക്കാനുള്ള തിരക്കിലാണവർ. എന്റെ ആയത്തുകളിൽ നിന്ന് അവർ മുഖം തിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇങ്ങനെ ചിന്ത മരിക്കുന്ന ഒരു വിഭാഗം ആഖിർ സമാനിൽ അവസാന കാലത്തുണ്ടാകും. ആ ചിന്ത മരിക്കുന്ന വിഭാഗത്തെ അല്ലാഹു മൊത്തത്തിലായിട്ട് ഒരു ജനതയെ, ഒരു നാട്ടുകാരെ ഒന്നടങ്കം നശിപ്പിക്കുന്ന അവസ്ഥ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നു. അവസാന കാലമാകുമ്പോ ജനങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോ അന്ന് അല്ലാഹുവിന്റെ ശിക്ഷ ഒന്നോ രണ്ടോ വ്യക്തികളിലായിരിക്കില്ല, കൂട്ടമരണങ്ങളായിരിക്കും അന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, പുണ്യ നബി ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. തകൂനു ഫീ ആഖിരി ഉമ്മത്തി റജ്ഫത്തുൻ, എന്റെ ഉമ്മത്തിലെ അവസാന കാലത്ത് കനത്ത പ്രകമ്പനങ്ങൾ ഉണ്ടാകും, ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകും. യഹ്ലികു ഫീഹാ അശറതു ആലാഫ് 20,000 ആ പ്രകമ്പനങ്ങളിൽ മരിച്ചു വീഴുന്ന ജനസംഖ്യ 10,000, 20,000, 30,000, ലക്ഷങ്ങളൊക്കെയാണ്. ആ കനത്ത പ്രകമ്പനങ്ങളിൽ, ശിക്ഷകളിൽ മരിച്ചു വീഴുക. ജഅലഹല്ലാഹു മൗഇളതൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് പാഠമായിരിക്കും. എന്റെ നാട്ടിലല്ലല്ലോ, അങ്ങകലെ ഹെയ്ത്തിയിലല്ലേ ഉണ്ടായത്, അല്ലെങ്കിൽ അമേരിക്കയിലല്ലേ ഉണ്ടായത്, അല്ലെങ്കിൽ ഏഷ്യൻ വൻകരയിലല്ലല്ലോ ഉണ്ടായത്. അങ്ങനെയായിരിക്കില്ല. ജഅലഹല്ലാഹു മൗഇളതൻ ലിൽ മുത്തഖീൻ,
ഭക്തിയുള്ള ആളുകൾക്ക് അത് പാഠമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു അതുണ്ടാക്കുന്നത്. മുഅ്മിനീങ്ങൾക്ക് അത് റഹ്മത്താണ്. അള്ളാന്റെ ശിക്ഷ ലക്ഷങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീഴുന്ന കനത്ത ദുരന്തങ്ങൾ, പ്രകമ്പനങ്ങൾ, ഭൂകമ്പങ്ങൾ റഹ്മത്തല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് അനുഗ്രഹമാണ്. അവരുടെ ഈമാൻ വർദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടോ, അള്ളാന്റെ റസൂല് നേരത്തെ പറഞ്ഞു, ഇതിനുള്ള കാര്യങ്ങൾ, കാരണങ്ങളൊക്കെ പറഞ്ഞു. ആ കാരണങ്ങൾ നമുക്ക് മുന്നിൽ കണ്ടപ്പോൾ ശിക്ഷ വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹു വാക്ക് പാലിച്ചു. റഹ്മത്തല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കത് അനുഗ്രഹമാണ്. വഅദാബൽ ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് അത് കനത്ത ശിക്ഷയുമായിട്ടാണ് അള്ളാഹു പ്രകമ്പനങ്ങൾ അന്ത്യദിനത്തോടടുത്ത് ഭൂമുഖത്ത് ഇറക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതൊക്കെ കേവലം സാമ്പിളുകൾ മാത്രമാണ്, ഡ്യൂപ്പുകൾ മാത്രമാണ്, ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അവസാന കാലത്തോടടുക്കുമ്പോൾ ഭൂകമ്പങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുമെന്ന പ്രവാചകരുടെ മുന്നറിയിപ്പ് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചത്. ഇങ്ങനെ ഒരുപാട് ഭൂകമ്പങ്ങൾ കാണിച്ചു തന്ന് അള്ളാഹു അറിയിക്കാണ്. ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ്, സാമ്പിളുകളാണ്. എന്തിന്റെ സാമ്പിൾ എന്നറിയോ? ഇതൊക്കെ കാണിച്ചു തന്ന അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, അല്ലയോ മനുഷ്യരെ, മനുഷ്യ വിഭാഗമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ നാഥന്റെ കോപം നിങ്ങൾ കാത്തുകൊള്ളുക. പടച്ച തമ്പുരാന്റെ കോപം വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം, നിങ്ങൾ ധാരാളം ഭൂകമ്പങ്ങളെ കുറിച്ച് കേട്ടു. നിങ്ങൾ ആ നാടുകളിലുള്ള കെടുതികളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ, ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം, ഇതൊക്കെ നിനക്ക് പാഠത്തിന് വേണ്ടിയാണ്. അന്ത്യദിനത്തിന്റെ പ്രകമ്പനം, അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന ഭൂമികുലുക്കം, ശൈഉൻ അലീം, അത് മഹാസംഭവമാണ്, അത് മഹാസംഭവമാണ്. ശൈഉൻ അലീം, ഭയാനകമായ ഒരു അവസ്ഥയാണ് അതിനുണ്ടായിരിക്കുക. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് കേൾക്കാനും പഠിക്കാനും വേണ്ടി അള്ളാഹ് അറിയിച്ചു തന്നതാണ് ഇതൊക്കെ. നാം മനസ്സിലാക്കണം ഇത്. യൗമ തറൗനഹ, ഈ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ കണ്ട സമൂഹമേ, യൗമ തറൗനഹ, അന്ത്യദിനത്തിന്റെ പ്രകമ്പനം നിങ്ങൾ കാണുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുലയൂട്ടുന്ന ഉമ്മമാർ അവരുടെ പൈതങ്ങളെ മറന്നുകൊണ്ട് അന്ധാളിക്കും. ഏതൊക്കെ ആപൽഘട്ടങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, തള്ളമാര്, ഉമ്മമാര് കൈക്കുഞ്ഞുങ്ങളെ മറക്കുകയില്ല, അവകളെ ഇട്ടേച്ച് ഓടുകയില്ല. എന്നാൽ ഈ അന്ത്യദിനത്തിന്റെ പ്രകമ്പനം വരുമ്പോ കൈക്കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, മറന്നുകൊണ്ട് ഉമ്മമാർ അന്താളിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. ഗർഭിണിയായ സ്ത്രീകൾ ഗർഭം പൂർണ്ണമാകാത്ത നിലയിൽ, മാസം തികയാത്ത നിലയിൽ പ്രസവിക്കുന്ന ദിനം. ജനങ്ങളൊക്കെ മസ്താന്മാരായിട്ട് മാറും. മദ്യപിച്ച് ലക്ക് കെട്ടവരെ പോലെ, ബോധം നഷ്ടപ്പെട്ടതുപോലെ, നടക്കാൻ പറ്റാത്ത നിലയിൽ ബോധം നഷ്ടപ്പെട്ടതുപോലെ ജനങ്ങളെ കാണാം. വമാഹും ബിസുകാറാ, വാസ്തവത്തിൽ അവർക്ക് മസ്ത് ബാധിച്ചിട്ടില്ല. പിന്നെന്താ അവരെ ബാധിച്ചത്? വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യമാണ് അവരെ ബാധിച്ചത്. അവർക്ക് മസ്ത് ബാധിച്ചതല്ല. അള്ളാഹു പറയാം,
നിങ്ങൾ ഓർത്തു നോക്കൂ, ലോകത്തിന്റെ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു അല്പസമയത്തെ ചലനമുണ്ടാകുമ്പോഴുണ്ടാകുന്ന കെടുതികൾ എത്ര വലുതാണ് അല്ലേ? ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ കുറഞ്ഞ പ്രദേശം ചലിക്കുമ്പോഴുണ്ടാകുന്ന കെടുതികൾ എത്ര വലുതാണ് നമ്മൾ കേട്ടില്ലേ? എന്നാൽ അന്ത്യദിനത്തിന്റെ പ്രകമ്പനം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമിയുടെ അന്തർഭാഗത്തുള്ള വസ്തുക്കളൊക്കെ പുറന്തള്ളപ്പെടും വിധത്തിലുള്ള പ്രകമ്പനം. ഭൂമിയുടെ ഉള്ളിലുള്ള സാധനങ്ങൾ, അകത്തുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ തള്ളപ്പെടും വിധമുള്ള പ്രകമ്പനം. അതുണ്ടാകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, പറഞ്ഞു തരികയാണ്. ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണ് ചലിക്കുന്നു. ഇതെങ്ങനെ ചലിക്കുന്നത്? ഇതൊരു പഠനമാണല്ലോ. ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് പലതും പറയാണ്ട്. ഭൂമി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഭൂമി, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമി. ഗോളലോകത്ത് ഒരു ഗോളവും മറ്റേ ഗോളവും തമ്മിൽ ബന്ധമല്ലല്ലോ, വേറെ വേറെ ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷെ ഭൂമി എന്ന് പറയുന്ന ഗോളം അത് സെറ്റായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയുള്ളൂ. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇളകുന്നത് എന്തുകൊണ്ടാ? ഈ കന്നുകാലികളുണ്ട്, കന്നുകാലികളുടെ ശരീരത്തിൽ കടിക്കുന്ന പ്രാണികൾ വന്നിരുന്ന് കടിച്ചാല് അവര് ആ ഭാഗം മാത്രം ഇളക്കും. കാരണം അവരെ കയ്യും കാലും ഒന്നും അങ്ങോട്ട് എത്തൂല. നമുക്ക് കയ്യും കാലും എത്തുന്നതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം ചലിപ്പിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ കാലികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ഇങ്ങനെ ഇളക്കുന്നത്? ഇതുപോലെ ഭൂമിയുടെ ഒരു കോണ്, ഒരു ഭാഗം, ഒരു രാജ്യം, ഒരു പ്രദേശം, ഒരു പട്ടണം മാത്രം അങ്ങോട്ട് കുലുങ്ങുകയാണ്. എന്താണ് ഇതിന് കാരണം? ശാസ്ത്രത്തിന് പലതും പറയാണ്ട്. ഭൂമിയുടെ അടിത്തട്ടിലുള്ള താപനിലയുടെ വ്യതിയാനം അവർ പലതും പറയുന്നുണ്ട്. ഇസ്ലാമിന് എന്തെങ്കിലും പറയാണ്ടോ അതേക്കുറിച്ച്? മഹത്തുക്കളായ സ്വഹാബത്ത് ഇക്കാര്യമൊക്കെ ചിന്തിച്ചു. അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ മാനദണ്ഡത്തിലൂടെ അവർ പഠിച്ചു. തിരുനബിയിൽ നിന്ന് അവരത് ഗ്രഹിച്ചു. എന്നിട്ട് ലോകത്തോട് പറഞ്ഞു, എന്തേ പ്രവിശാലമായ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഖറിയ, ഒരു ഗ്രാമം, ഒരു പട്ടണം, ഒരു പ്രദേശം അതുമാത്രം ചലിക്കുന്നു, അതിന്റെ പരിസരത്തുള്ള ഭാഗത്തിന് ഇളക്കമില്ല, ചലനമില്ല? എന്താ കാര്യം? അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, പ്രമുഖ സ്വഹാബി, മുഫസ്സിരീങ്ങളുടെ നേതാവ്, ഖുർആൻ ആശയം ഈ ഉമ്മത്തിന് യഥാവിധി പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ അതിന് ഒരു നിർവചനം, അതിനൊരു കാരണം പറയുന്നുണ്ട്. സ്വഹാബിമാരുടെ വാക്ക് അവരുടെ അഭിപ്രായമാവുകയില്ല. അവരൊരു കാര്യം ഇജ്തിഹാദിന് സാധ്യതയില്ലാത്ത കാര്യം പറയുമ്പോ അവർ നബിയിൽ നിന്ന് പഠിച്ചതാണ് പറയുന്നത് എന്നതാണ് പണ്ഡിത ഭാഷ്യം. എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇക്കാര്യത്തെ കുറിച്ച് പഠിപ്പിച്ചത്? ഖലഖല്ലാഹു തആല ജബലൻ യുഖാലു ലഹു ഖാഫ്, അല്ലാഹു ഒരു പർവ്വതത്തെ പടച്ചിട്ടുണ്ട്. യുഖാലു ലഹു ഖാഫ്, ആ പർവ്വതത്തിന്റെ പേര് ഖാഫ് മല എന്നാണ്. പണ്ടത്തെ പാട്ടില്, പഴയ കാലത്തെ മാപ്പിളപ്പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഖാഫ് മല. ഇങ്ങനെ ഒരു പർവ്വതം അല്ലാഹു പടച്ചിട്ടുണ്ട്. മുഹീതും ബില്ലാലം, ഈ പ്രപഞ്ചത്തെ ആകം ആവരണം ചെയ്യുന്ന ഒരു പർവ്വതമാണത്. അതെങ്ങനെയെന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയൂല. അള്ളാന്റെ കിതാബ്, ലോകത്തെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സാധനം, അള്ളാഹുവിന്റെ ചെയർ, അള്ളാഹുവിന്റെ കുർസ്, അള്ളാഹ്ക്ക് കുർസുണ്ട് അല്ലെ, അർശുണ്ട്, കുർസുണ്ട്. അള്ളാന്റെ കുർസിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്, അള്ളാഹുവിന്റെ ചെയർ, അവന്റെ കുർസ്, വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് അവന്റെ കുർസ്. അതെങ്ങനെയെന്ന് ഊഹിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടൂല, ഉൾക്കൊള്ളാൻ നമ്മുടെ ബുദ്ധി പര്യാപ്തമല്ല, ബുദ്ധിക്ക് അതിന് സാധിക്കില്ല. ഇതുപോലെ യുഖാലു ലഹു ഖാഫ് മുഹീതും ബിൽ ആലം, ആലമിനെ, പ്രപഞ്ചത്തെ ആകം ആവരണം ചെയ്തിരിക്കുന്ന ഒരു പർവ്വതം അല്ലാഹു പടച്ചു. അതിന്റെ പേര് ഖാഫ് മല എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, വഉറൂഖുഹു ഇലസ്സഹറത്തില്ലതീ അലൈഹൽ അർള്, ആ പർവ്വതത്തിന്റെ വേരുകൾ ഇലസ്സഹറത്തില്ലതീ അലൈഹൽ അർള്, ഭൂമിയുടെ അടിത്തട്ടിലുള്ള പാറകളുമായി കണക്റ്റഡാണ്. ഭൂമിയുടെ അടിത്തട്ടിൽ നമുക്കറിയാം പാറക്കെട്ടുകളാണ്. ഈ പാറകൾ ഓരോ പ്രദേശത്തിനുമുണ്ട് പാറകൾ അടിത്തട്ടിൽ. ഈ പാറകളുമായി ഖാഫ് മലയുടെ വേരുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. വഉറൂഖുഹു, ഈ ഖാഫ് മലയുടെ വേരുകൾ, അതിന്റെ ബന്ധം
ഇല സ്വഹറത്തില്ലത്തി അലൈഹൽ അർള്, ഭൂമിയുടെ അടിത്തട്ടിലുള്ള ഓരോ പ്രദേശത്തുള്ള പാറകളുമായി ബന്ധമുണ്ട് അതിന്റെ വേരിന്. ഫഇദാ അറാദല്ലാഹു തആല അൻ യുസൽസില ഖറിയ, ഒരു പ്രദേശത്തെ ഭൂകമ്പം കൊണ്ട് നശിപ്പിക്കാൻ അല്ലാഹു പ്ലാനിട്ടാൽ, ഒരു പ്രദേശത്തെ ഇളക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ, അമറ ദാലികൽ ജബല, ഖാഫ് മലയോട് അല്ലാഹുവിന്റെ നിർദ്ദേശം വരും. ഇവിടത്തെ പർവ്വതങ്ങളോട്, മരങ്ങളോട്, എല്ലാ ചരാചരങ്ങളോടും അള്ളാഹ് സംസാരിക്കുമല്ലോ. അള്ളാഹുവിന്റെ കൽപ്പന അവരോടുണ്ടല്ലോ. ആ കൽപ്പനക്കനുസരിച്ച് അവർ അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളും. അള്ളാഹ് ഈ പർവ്വതത്തോട് പറയും, ഫഹറഖൽ അർഖല്ലദീ യലീ തിൽകൽ ഖറിയ. അള്ളാന്റെ കൽപ്പന വരുമ്പോ, ഏതു ഭാഗത്തെയാണ് ഭൂകമ്പം ബാധിക്കേണ്ടതെന്ന കൽപ്പന വരുമ്പോ ഫഹറക്കായി പർവ്വതം ചലിപ്പിക്കും. അൽ അർഖല്ലദീ യലീ തിൽകൽ ഖറിയ, ഏതൊരു പ്രദേശത്തെയാണോ ഭൂകമ്പം ഉണ്ടാക്കേണ്ടത് എങ്കിൽ അതിന്റെ താഴ്ഭാഗത്തുള്ള പാറകളോട് ബന്ധമുള്ള ആ വേരുകളെ ഈ പർവ്വതം ചലിപ്പിക്കും. ഫയുസൽസിലുഹാ വയുഹർരികുഹാ, അവിടെ ചലിക്കും, അവിടെ ഇളകും, അവിടെ ഭൂകമ്പം വരും. ഫമിൻ സമ്മ, ഇതുകൊണ്ടാണ് തഹറക്കൽ ഖറിയ ദൂന ഖറിയ, ഒരു ഭാഗം ചലിക്കുന്നത് മറ്റൊരു ഭാഗം ചലിക്കാതിരിക്കുന്നത്. ഖാഫുമല എന്ന് പറയുന്ന അള്ളാഹു സംവിധാനിച്ച ഒരു മഹാപർവ്വതം, ആ പർവ്വതത്തിന്റെ വേരുകൾ ഭൂമിയുടെ വിവിധ കോണുകളിലുള്ള പ്രദേശങ്ങളിലുള്ള അടിത്തട്ടിലുള്ള പാറകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ പർവ്വതത്തോടാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. അങ്ങനെ ആ പ്രദേശത്തെ അള്ളാഹു നശിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ദീനിയായ ഒരു വീക്ഷണം അല്ലെങ്കിൽ വഹീന്റെ ഒരു ഇൽമ്, വാസ്തവത്തിൽ അതാണ് അതിനു കാരണം. ഈ അടിത്തട്ടിലെ ചലനമാണ് ഭൂമിയുടെ ബാഹ്യഭാഗത്ത് ചലിക്കാൻ കാരണമാകുന്നതെന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തുകയും ചെയ്തു. അത് തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നതാണ് വസ്തുത. മഹത്തുക്കളായ സ്വഹാബത്ത് ഇന്ന് നാം കാണുന്നത് പോലെ, വാർത്തകൾ വായിക്കുന്നത് പോലെ അന്ന് ഭൂമിക്ക് പ്രകമ്പനങ്ങളില്ല. അവർ ഭൂകമ്പങ്ങൾ കൂടുതലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അവർ ഖുർആനിൽ നിന്ന് പഠിച്ചു. മുൻകാല സമൂഹത്തെ, ഗതകാല സമൂഹത്തിലെ അക്രമികളെ, തെമ്മാടികളെ അള്ളാഹു ഭൂകമ്പത്തിലൂടെ നശിപ്പിച്ച ഖുർആനിന്റെ പാഠം അവർ ധാരാളം പഠിച്ചു. ആ പഠിച്ചതനുസരിച്ച് അവർ ആലോചിച്ചു, ഖുർആൻ എത്രയെത്ര സ്ഥലത്താണ് ഭൂകമ്പം വഴി മുൻകാല ജനതയെ നശിപ്പിച്ചത് പറയുന്നത്. വഇലാ സമൂദ അഖാഹും സ്വാലിഹാ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബികും ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ ഫദറൂഹാ തഅകുൽ ഫീ അർളില്ലാഹി വലാ തമസ്സൂഹാ ബിസൂ ഫയഅഖുദകും അദാബുൻ അലീം فعقروا الناقة وعتوا عن أمر ربهم وقالوا يا صالح ائتنا بما تعدنا إن كنت من المرسلين فأخذتهم الرجفة فأصبحوا في دارهم جاثمين. ഈ ആയത്തുകളൊക്കെ അവർ നന്നായി കേട്ടു, അവർ പഠിച്ചു, അവരതിനെക്കുറിച്ച് ആലോചിച്ചു. നമുക്കല്ലേ നേരല്ലാത്തുള്ളൂ അള്ളാന്റെ ശിക്ഷയെ കുറിച്ച് ആലോചിക്കാൻ. വഇലാ സമൂദ അഖാഹും സ്വാലിഹാ, സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം നിയോഗിച്ചു തൗഹീദ് പറയാൻ, അവരെ നന്മയിലേക്ക് നയിക്കാൻ നാം നിയോഗിച്ചു. ആ പ്രവാചകൻ തന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞത്, യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലയോ ജനങ്ങളെ, നമ്മെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിനെ നിങ്ങൾ മറക്കരുത്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ആ റബ്ബിനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്, ആ റബ്ബിനാണ് നിങ്ങൾ കീഴൊതുങ്ങേണ്ടത്. ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബികും, ഇത് വെറുതെ ഞാൻ നിങ്ങളോട് പറയുകയല്ല, റബ്ബിൽ നിന്ന് വ്യക്തമായ പ്രമാണം വന്നിരിക്കുന്നു. ഞാൻ തെളിവ് തന്നിട്ടാ പറയുന്നത്, വെറുതെ പറയല്ല. എന്താ തെളിവ്? ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. അവര് പറഞ്ഞു, സ്വാലിഹേ, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വെറുതെ ചുമ്മാ വിശ്വസിക്കൂല. ഈ പ്രപഞ്ചത്തെയും ഗോളലോകത്തെയും വാനലോകത്തെയും പടച്ച തമ്പുരാന്റെ ദൂതനാണെന്നല്ല നിന്റെ അവകാശവാദം, അതിന് തെളിവ് വേണം.
സ്വാലിഹ് നബി ചോദിച്ചു, എന്ത് തെളിവ് വേണം? അവർ പറഞ്ഞു, ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ജീവനുള്ള ഒരു ഒട്ടകത്തെ പുറപ്പെടുവിക്കൂ. ആ പാറക്കെട്ടുകളിൽ നിന്നൊരു ഒട്ടകം വരട്ടെ. എങ്ങനെ വരാനാ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാത്തിനും കഴിവുള്ള റബ്ബ് സ്വാലിഹ് നബിയോട് അത് കാണിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു. പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒട്ടകം പുറത്തു വന്നു. അള്ളാഹ് പറഞ്ഞു, ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. ഈ ഒട്ടകണ്ടല്ലോ അള്ളാന്റെ ആയത്താണ്. അതുകൊണ്ട് ഫദറൂഹ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഫദറൂഹ, അതിനെ നിങ്ങൾ വെറുതെ വിടുക. ഫദറൂഹ തഅകുൽ ഫീ അർളില്ലാഹ്, നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്. അള്ളാന്റെ ഭൂമിയിൽ അതങ്ങനെ മേഞ്ഞ് നടന്നോട്ടെ, നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്. വലാ തമസ്സൂഹാ ബിസൂഅ്, ഖുർആൻ പറയാ, മോശം ചിന്തയോടെ അതിനെ തൊട്ടുപോകരുത്, അതിനെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിച്ചാൽ ഫയഖുദകും അദാബുൻ അലീം, നോവേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും, വേദനയേറിയ ശിക്ഷ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്, അതിന്റെ പാട്ടിന് വിട്ടോളൂ എന്ന് പറഞ്ഞു. അവരെ ഉപദേശിച്ചു, ഈ അത്ഭുതമൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ അള്ളാഹ് പറയാൻ, ആ അള്ളാഹുവിന്റെ ആയത്തായ ഒട്ടകത്തിനെ അവരറുത്തു. അവരറുത്തു എന്നാ പറഞ്ഞ, അവരല്ല ഒരാളെ അറുത്തത്, ഖുദാർ എന്ന് പറയുന്ന ദുഷ്ടൻ. പക്ഷേ മാനസികമായ പിന്തുണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയാണ്, ആ പിന്തുണ ഒരു തെറ്റ് ചെയ്യുന്ന ആളും തെറ്റിനെ സഹായിക്കുന്ന ആളും അതിനെ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കുറ്റത്തിൽ പങ്കാളികളാണ്. ഇതാണ് അതിന്റെ പാഠം. ഒരാളാണ് ഈ ഒട്ടകത്തെ കശാപ്പ് നടത്തിയത്. അള്ളാഹ് പറഞ്ഞു, ഫഅഖറുന്നാഖ, അവരെല്ലാവരും കൂടി ആ ഒട്ടകത്തെ അറുത്തു. റബ്ബിഹിം, റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചു. മാത്രമല്ല വഖാലു, അവർ വെല്ലുവിളിക്കുകയും ചെയ്തു, യാ സാലിഹു, അല്ലയോ സാലിഹേ, ഇഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനൽ മുർസലീൻ, നീ അള്ളാന്റെ ദൂതനാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ, അതാണ് നിന്റെ വാദം, അതാണല്ലോ. അതുകൊണ്ട് നീ പറഞ്ഞല്ലോ, ഈ ഒട്ടകത്തെ ഉപദ്രവിച്ചാൽ ശിക്ഷ ഇറങ്ങുന്നു പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ ശിക്ഷ ഇങ്ങോട്ട് കാണട്ടെ, ഞങ്ങൾ ഇതിനെ കൊന്നിട്ടുണ്ട്. തഫ്സീറിൽ കാണാം, ഒരു ബുധനാഴ്ച ദിവസമാണ് സമൂദ് ഗോത്രം ഇതിനെ അറുത്തത്. ബുധനാഴ്ച കശാപ്പ് നടത്തിയപ്പോ അന്ന് തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, തുസ്ബിഹൂന ഗദൻ വുജൂഹുകും മുസ്ഫറ വഫീ യൗമിൽ ജുമുഅതി വുജൂഹുകും മുഹ്മറ വഫീ യൗമിസ് സബ്തി വുജൂഹുകും മുസ്വദ്ദ. ഇനി നിങ്ങൾ ബാക്കിയാവൂല. ബുധനാഴ്ച അറുത്തു. അദ്ദേഹം പറഞ്ഞു, സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, തുസ്ബിഹൂൻ, നിങ്ങൾ നാളെ നേരം വെളുക്കുമ്പോ വുജൂഹുക്കും മുസ്ഫറ, നിങ്ങളുടെ മുഖം മഞ്ഞ നിറമായിട്ടുണ്ടാകും. വ്യാഴാഴ്ച വഫീ യൗമിൽ ജുമുഅ വുജൂഹുക്കും മുഹ്മറ, വെള്ളിയാഴ്ച നിങ്ങളുടെ മുഖം ചുവക്കും. വഫീ യൗമിസ് സബ്തി വുജൂഹുക്കും മുസ്വദ്ദ, അങ്ങനെ ശനിയാഴ്ചയാകുമ്പോ നിങ്ങളുടെ മുഖമൊക്കെ കറുത്തുപോകും. ഞായറാഴ്ച അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിൽ പതിക്കുമെന്ന് പറഞ്ഞു. അവരാ പറഞ്ഞതുപോലെ കണ്ടു. 3 ദിവസത്തെ അവരുടെ നിറം മാറ്റം കണ്ടു. നാലാമത്തെ ദിവസം ഞായറാഴ്ച ദുഹാ സമയം, പ്രഭാത സമയത്ത് ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, കനത്ത പ്രകമ്പനം. ഫഅഖദതുഹുമുർ റജ്ഫതു അസ്സൽസലതു ശദീദതു മിനൽ അർദ് വസ്സൈഹതു മിനസ് സമാ, ആകാശത്ത് നിന്നൊരു അട്ടഹാസം കേട്ടു, ഭൂമി കടന്നിട്ട് ഇങ്ങോട്ട് കുലുങ്ങുകയും ചെയ്തു. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അവരവരുടെ ഭവനങ്ങളിൽ തന്നെ മുട്ടുകുത്തി മരിച്ച് ചത്തുപോയി, നശിച്ചുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് അള്ളാഹ് എന്താ പറയുന്നറിയോ? മുൻകാല ജനതയിലുണ്ടായ ഭൂകമ്പം പറഞ്ഞു തന്നിട്ട് വർത്തമാനകാലത്ത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച തരത്തിൽ ഭൂകമ്പങ്ങൾ കാണിച്ചു തന്ന തമ്പുരാൻ നമ്മളോടൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ വലഖദ് കല്ലബ അല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. ഖുർആൻ ചോദിക്കാൻ, മുൻകാല ജനതയെ ഭൂകമ്പം വഴി തകർത്തിട്ട്
വർത്തമാനകാലത്ത് ഭൂമിയുടെ ഒരുപാട് പ്രദേശങ്ങളെ ഭൂകമ്പം കൊണ്ട് തകർത്തിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ഭവനരഹിതരായി, ഒരുപാട് ആളുകൾ മരിച്ചു, ശവങ്ങൾ കുഴിച്ചു മൂടാൻ സംസ്കരിക്കാൻ വഴിയില്ലാതെ രാജ്യത്തുള്ള ആളുകൾ ക്ലേശിച്ച് ദുർഗന്ധം വമിച്ച് പ്രേതഭൂമികളായി. എന്നിട്ട് ഇതൊക്കെ കാണിച്ചു തന്ന അള്ള ചോദിക്കാണ്, അഅമിൻതും, പേടില്ലേ നിങ്ങൾക്ക്? അഅമിൻതും, നിങ്ങൾ നിർഭയരായി കഴിഞ്ഞുകൂടുകയാണോ? മംഫിസ്സമാ, ആകാശത്തുള്ളവന്റെ കാര്യത്തിൽ, എന്നുവെച്ചാൽ അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടില്ലേ? അയ്യുർസില അലൈക്കും അയ്യഖ്സിഫ ബികുമുൽ അർള, ഇതുപോലെ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന ഭയം നിങ്ങൾക്കില്ലേ? അയ്യഖ്സിഫ ബികുമുൽ അർള, ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന പേടി നിങ്ങൾക്കില്ലേ? ഫഇദാ ഹിയ തമൂറു, ആ സമയത്ത് ഭൂമി തൽതരിബു, ഭൂമി ഇങ്ങനെ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കും. അള്ളാഹു ഭൂമിയെ വിറപ്പിച്ചിട്ട് ഭൂകമ്പമുണ്ടാക്കിയിട്ട് ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയരാണോ? അല്ലാഹു ചോദിക്കാൻ. അമിൻതും, നിങ്ങൾ നിർഭയരാവുകയാണോ? പേടിയില്ലാതെ സൗഖ്യത്തോടെ ജീവിക്കുകയാണോ? അയ്യുർസില അലൈക്കും മൻ ഫിസ് സമാഇ അയ്യുർസില അലൈക്കും ഹാസിബാ, മുകൾ ഭാഗത്തുള്ള അല്ലാഹു എല്ലാം നിരീക്ഷിക്കുന്ന തമ്പുരാൻ, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയില്ലേ? അയ്യുർസില അലൈക്കും ഹാസിബാ, അവൻ കല്ലുമഴ പെയ്യിക്കും. എങ്ങനെ കല്ലുമഴ വരിക? കനത്ത ചുഴലിക്കാറ്റുണ്ടാകുമ്പോ കല്ലുകൾ പറന്നുയരും. ആ പറന്നുയർന്ന കല്ലുകൾ മനുഷ്യന്റെ തലക്കു മുകളിലൂടെ താഴേക്ക് വീണുപോകും. കണ്ടില്ലേ, ചുഴലിക്കാറ്റുണ്ടായ ഭാഗത്ത് കെട്ടിടങ്ങൾ തകർന്നു. ചരലു മാത്രം, കല്ലുകൾ മാത്രമല്ല പറന്നത്, നാൽക്കാലികൾ പോലും പറന്നില്ലേ, മനുഷ്യർ പറന്നുപോയില്ലേ? എന്നിട്ട് അല്ലാഹു പറയാണ്, കല്ലുമഴ പെയ്യിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താ പേടിക്കാത്തത്? ഫസതഅലമൂന കൈഫ നദീർ, എന്റെ താക്കീത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അറിയും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ല, എന്റെ താക്കീത് നിങ്ങൾ അറിയും. വലഖദ് കസബല്ലദീന മിൻ ഖബലിഹിം, മുൻകാലത്ത് കഴിഞ്ഞുപോയ ആളുകൾ എന്റെ ആയാത്തുകളെ തള്ളിയിട്ടുണ്ട്, എന്നിൽ അവിശ്വസിച്ചിട്ടുണ്ട്, എന്നിട്ട് ഭൂമിയിൽ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. ഫകൈഫ കാന നകീർ, അവരുടെ മേലിൽ എന്റെ പ്രതിഷേധം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഖുർആനിൽ നിന്ന് പഠിച്ചില്ലേ? ആ മുൻകാല ജനത കുഫറിന്റെ വക്താക്കളായി ഭൂമിയിൽ തെമ്മാടിത്തരങ്ങൾ പ്രവർത്തിച്ചപ്പോ ഫകൈഫ കാന നകീർ, എന്റെ പ്രതിഷേധം അവിടൊക്കെ അവരിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ വായിച്ചില്ലേ, പഠിച്ചില്ലേ? ഇന്നത്തെ സാഹചര്യം, മുൻകാല സമൂഹത്തെ തകർത്ത സാഹചര്യം എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഒരു പ്രദേശത്തെയും ഒരു ഗ്രാമത്തെയും ഒരു പട്ടണത്തെയും നശിപ്പിക്കില്ല വ്യക്തമായ കാരണമില്ലാതെ, കാര്യമില്ലാതെ. വമാ കാന റബ്ബുക, ഖുർആൻ പറയുന്നു, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഒരു പ്രദേശത്തുള്ള ആളുകൾ സജ്ജനങ്ങളാണെങ്കിൽ അല്ലാഹ് അക്രമത്തിലൂടെ ആ നാടിനെയും നാട്ടുകാരെയും നശിപ്പിക്കില്ല. ഖുർആൻ പറയാൻ, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഈ പെരുമ്പാവൂർ നിവാസികൾ, പരിസര പ്രദേശത്തുള്ള ആളുകൾ മുസ്ലിഹീങ്ങളാണെങ്കിൽ, തെമ്മാടിത്തരവും തെറ്റും അവരെ കയ്യെന്ന് വന്നാലും അവർ ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിലും അല്ലാഹ് ശിക്ഷിക്കൂല. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അതും ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹ് ഇസ്തിഗ്ഫാറുള്ള ആളുകളെ തെറ്റ് വന്ന കാരണത്താൽ പൊറുക്കലിനെ തേടുന്ന കുറ്റബോധമുള്ള ജനതയെയും അല്ലാഹു നശിപ്പിക്കുകയില്ല. എന്നാലോ ഒരു നാട്ടിലുള്ള ആളുകൾ ഭൂരിഭാഗവും തെമ്മാടികളാണ്. ചെറിയ ഒരു ന്യൂനപക്ഷം നല്ല ആളുകളാണെങ്കിൽ അവരെ നശിപ്പിക്കുന്നതിന്റെ രൂപം വരെ ഖുർആൻ പറഞ്ഞു തരാണ്. ഈ പെരുമ്പാവൂരിലുള്ള 90% ആളുകളും ധിക്കാരികളായി, മുസ്ലിമീങ്ങൾ തെമ്മാടികളായി, മുസ്ലിമീങ്ങൾ തന്നെ കാഫിറുകളായി. മുസ്ലിമീങ്ങളാണല്ലോ കാഫിറാകുക. സത്യനിഷേധിയല്ലേ കാഫിർ. സത്യനിഷേധി ഒരാൾ എപ്പോഴാകുക? സത്യം കിട്ടിയിട്ട് ധിക്കരിക്കുമ്പോ, ഖുർആൻ കിട്ടിയിട്ട് ധിക്കരിക്കുമ്പോ, വെളിച്ചം വന്നിട്ട് അവഗണിക്കുമ്പോ. വെളിച്ചം കിട്ടാത്തവൻ, വെളിച്ചത്തെക്കുറിച്ച് അറിയാത്തവൻ അതിനെ എതിർക്കുന്നത് അത് കുഫറല്ല. കുഫർ എന്ന് പറയുന്നത് സത്യനിഷേധം, സത്യം കണ്ടിട്ട് നിഷേധിക്കുമ്പോഴാണ് കാഫിറാകുക. ഇങ്ങനെ കാഫിറാകുമ്പോ
ഭൂരിഭാഗം ആളുകളും കുഫറിന്റെ വക്താക്കളാകുമ്പോ, ചെറിയ ന്യൂനപക്ഷം സത്യസന്ധരും മുസ്ലിഹീങ്ങളുമാകുമ്പോ അവരെങ്ങനെ നശിപ്പിക്കുക? അതും അല്ലാഹു പറയാൻ. വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹിൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. ഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയ, ഒരു പ്രദേശത്തെ നാം തകർക്കണമെന്ന് തീരുമാനിച്ചാൽ, അല്ലാഹു പറയാൻ, നമ്മുടെ നാടിനെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദുആ ചെയ്താൽ മാത്രം പോരാ, റസൂലുള്ളാന്റെ കൂലിയിട്ടും വേണം. അബൂജാഹിലിന്റെ ഏർപ്പാടും ആയാൽ നടക്കൂല. റസൂലുള്ളാന്റെ കൂലിയിട്ടണോ ഏർപ്പാട് അബൂജാഹിലിന്റെ ഏർപ്പാടാണ്, ഇത് പറ്റൂല. വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയ, ഒരു പ്രദേശത്തെ, ഒരു പട്ടണത്തെ നശിപ്പിക്കാൻ നാം പ്ലാൻ ചെയ്താൽ, അമർനാ മുത്രഫീഹാ, സുഖലോലുപരായ കാഫിരീങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആളെ വിടും. പള്ളിയിൽ ഖുതുബ പ്രഭാഷണങ്ങളിലൂടെ ഈ കാര്യവും അറിയിക്കും. അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ ഖുർആൻ പ്രചരിപ്പിക്കുന്ന പ്രബോധകന്മാരിൽ നിന്ന് ആ കാര്യം കേൾക്കും. പ്രവാചകന്മാരുടെ ദൗത്യം ചെയ്യുന്ന ആളുകളിലൂടെ അവരാ വിഷയം അവരെ അറിയിക്കും. അല്ലാഹു പറയാൻ, അമർനാ മുത്രഫീഹാ, അവരിലെ സുഖലോലുപർക്ക് നാം കൽപ്പന കൊടുക്കും. കൊടുത്തിട്ടെന്ത് കാര്യം? ഫഫസഖൂ ഫീഹാ, എന്നാലും അവർ ഫിസ്ഖ് ചെയ്യും, തെമ്മാടികളാകുമ്പോ, ഫഹഖ അലൈഹിൽ ഖൗൽ, ശിക്ഷയുടെ വചനം ആ നാട്ടിൽ ഇറങ്ങും. ഫദമ്മർനാഹാ തദ്മീറ, ആ നാടിനെ ഒന്നടങ്കം തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ചു കളയും. അപ്പൊ 10% മുസ്ലിഹീങ്ങൾ നല്ല ആളുകളോ അവരും അതിൽ പെടും. ഖുർആൻ പറയാൻ പെട്ടിട്ട് സുമ്മ ബുഇസൂ അലാ അഅമാലിഹിം വഅലാ നിയാതിഹിം, മുസ്ലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ ഈ ഭൂകമ്പത്തിൽ പെട്ട് മരിച്ചു പോയാൽ അവർക്ക് ആഖിറത്തിലെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകും. പിന്നെയുള്ള ജീവിതം അലാ അഅമാലിഹിം വഅലാ നിയാതിഹിം, അവരുടെ നിയ്യത്തിനനുസരിച്ച്, കർമ്മങ്ങൾക്കനുസരിച്ച് ആഖിറത്തിൽ അവർക്ക് ജീവിതം കിട്ടും. ഇവിടെ അവരും പോകുന്നു. അപ്പൊ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾ ഓർക്കുക, ഇക്കാലത്ത് അള്ളാനെ മറന്നും ധിക്കരിച്ചും തെമ്മാടിത്തരം ചെയ്യുന്നവർ, ഇതെന്റെ മാത്രം നാശമല്ല, ഈ നാടിന്റെ നാശമാണ്, ലോകത്തിന്റെ നാശമാണ്, നല്ലവർക്ക് കൂടെ ശിക്ഷ ഏൽക്കുന്ന ഒരു അപരാധമാണ് താൻ ചെയ്യുന്നതെന്ന ബോധം മുസ്ലിമീങ്ങളായ തെമ്മാടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നല്ല ആളുകളും മരിക്കും. ചരിത്രത്തിൽ കാണാം, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, നല്ല നല്ല സജ്ജനങ്ങളൊക്കെ അക്കാലത്തെ ജനങ്ങളുടെ തെമ്മാടിത്തരം കാരണത്താൽ മരിച്ചു പോയത്, നശിച്ചു പോയത്. അവർക്ക് സുമ്മ ബുഇസൂ അലാ അഅമാലിഹിം. വകാന ലി മുഹമ്മദ് ബിൻ കഅബ് റഹിമഹുല്ലാ, മുഹമ്മദ് ബിൻ കഅബ് എന്ന് പറയുന്ന ജ്ഞാനി, ആ ജ്ഞാനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ലഹു ജുലസാ, ഒരുപാട് ശിഷ്യന്മാർ. വഹും മിൻ അഅലമിൽ ഖുർആനി ബിതഫ്സീരിഹി, ഖുർആൻ വ്യാഖ്യാനം നന്നായി പഠിച്ച പണ്ഡിതന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ. വകാനൂ മുജ്തമിഈന ഫീ മസ്ജിദി റബ്അ, ഈ മുഫസ്സിറുകളായ പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാനം നന്നായി ഗ്രഹിച്ച പണ്ഡിതന്മാർ റബ്അ പള്ളിയിൽ അല്ലാഹുവിന്റെ കലാമിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കുകയാണ്. നാട്ടില് പുറത്തൊക്കെ വളരെ വൃത്തികെട്ട അവസ്ഥയാണ്, തെമ്മാടിത്തരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഇബ്നു കഅബിന്റെ ശിഷ്യന്മാർ, മുഫസ്സിറുകൾ, ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർ റബ്അ പള്ളിയിൽ സംഗമിച്ച് അല്ലാഹുവിന്റെ കലാമിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ അസ്വാബത്തുഹും സൽസല, ആ നാട്ടിലേക്ക് ഒരു ഭൂകമ്പം വന്നു. അപ്പോഴോ വഹബിതൽ മസ്ജിദു അലൈഹിം ഫസഖത്തൽ മസ്ജിദു അലൈഹിം, പള്ളിയും തകർന്നു. പള്ളിക്കുള്ളിലിരിക്കുന്ന പണ്ഡിതന്മാരുടെ തലക്ക് മുകളിലൂടെ പള്ളി നിലംപതിച്ചു. വമാതു ജമിയൻ തഹ്തഹു, ആ പള്ളിയുടെ ഉള്ളിൽ കിടന്ന് എല്ലാവരും മരിച്ചുപോയി. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷേ സുമ്മ ബുഇസൂ അലാ അഅമാലിഹിം, പ്രിയപ്പെട്ടവരെ, അല്ലാഹു വെറുതെ ഹലാക്കാക്കൂല. അല്ലാഹു പറഞ്ഞു, ഈ ഭൂമിയിലും കടലിലും ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ദുരന്തങ്ങൾ കടലിൽ നിന്ന് വരുന്നത്, ഭൂമിയിൽ ദുരന്തങ്ങൾ കാണുന്നത് എന്താണ്, അതിന്റെ അടിസ്ഥാന കാരണമെന്നോ, ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കയ്യിലിരിപ്പാണ്. ജനങ്ങളെ കയ്യിലിരിപ്പ്, ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ മോശം പ്രവൃത്തിയാണ് അതിനു കാരണം. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഉണ്ടായിക്കഴിഞ്ഞാല്
വർത്തമാന കാലത്ത് ഇന്നത്തെ ലോകം പറയുന്നത് ഭൂകമ്പത്തെ അതിജീവിക്കുന്ന കെട്ടിടം പണിയണമെന്നാണ്. ഇവരോട് ഖുർആൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഭൂകമ്പത്തെ അതിജീവിക്കുന്ന കെട്ടിടം എറണാകുളം സിറ്റിയിലുണ്ട്. എഞ്ചിനീയേഴ്സ് അതാണ് പുതിയ കെട്ടിടങ്ങൾക്ക് പ്ലാൻ ഇടുന്നത്, ഭൂകമ്പത്തിൽ തകരാത്ത വീട്. അള്ളാഹ് പറഞ്ഞു, നേരത്തെ സമൂദ് വർഗത്തെ പറഞ്ഞത് വേറൊരു ഭാഗത്ത്, നാം പലരെയും തകർത്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ വസമൂദല്ലദീന ജാബുസ്സഹ്റ ബിൽവാദ്, വലിയ പാറക്കെട്ടുകളിൽ പാറ കൊണ്ടുള്ള പർവ്വതങ്ങൾ തുരന്നിട്ട് ആ പാറകൾ തുരന്നുണ്ടാക്കി വീടുണ്ടാക്കിയ സമൂദ് വർഗത്തെയും ഭൂകമ്പം കൊണ്ട് നാം തകർത്തിട്ടുണ്ട്. പാറക്കെട്ടുകൾ തുരന്നിട്ട് വീടുണ്ടാക്കി. പാറയും പർവ്വതമൊന്നും അങ്ങനെ ഇളകൂലല്ലോ, അത് തകർന്ന് വീഴൂലല്ലോ പെട്ടെന്നൊന്നും. ആ പാറകൾ തുരന്ന് മാന്തിയിട്ട്, ഇന്നത്തെ JCB ഒന്നുമില്ല, അവര് മല്ലന്മാരും ശക്തന്മാരും ആയിരുന്നു. എന്നിട്ട് അതിലാണ് അവർ താമസിച്ചിരുന്നത്. അവരെയും ഭൂകമ്പം കൊണ്ട് തകർത്തിട്ടുണ്ട്. ഇതറിയാത്ത മുസ്ലിം എഞ്ചിനീയർമാരും ഇതിങ്ങനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംഗതി അവരെ അത്താഴക്കാരിയാണെങ്കിലും ഖുർആൻ അവരോട് പറഞ്ഞത് വസമൂദല്ലദീന ജാബുസ്സഹ്റ ബിൽവാദ്. രക്ഷപ്പെടാൻ അള്ളാനോട് മത്സരിക്കാൻ പറ്റൂല. രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ പെരുമ്പാവൂരുകാരെ, പരിസര പ്രദേശത്തുകാരെ, ഇത് പുറം നാട്ടിൽ കേട്ടാൽ, കഴിഞ്ഞയാഴ്ച ഈരാറ്റുപേട്ട ഭാഗം ഈ അടുത്ത ഏതോ ഒരു പ്രദേശത്ത് ഒരു കുലുക്കം, കൊല്ലത്തോ ഒരു കുലുക്കണ്ടായി എന്ന് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുമ്പോ നമ്മൾ എന്താ വേണ്ടത്? ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടത് ചെയ്യണം. എന്തുകൊണ്ടാ ഒഴിഞ്ഞു പോവുക? ഈമാൻ കൊണ്ട് പോകും. അള്ളാഹുവിലേക്ക് തവാളും ഖുശൂഉം പ്രകടിപ്പിക്കൽ കൊണ്ടുപോകും, നല്ല പ്രാർത്ഥന കൊണ്ടുപോകും, ദാനധർമ്മങ്ങൾ കൊണ്ടുപോകും. ഉമറുൽ ഫാറൂഖ് തങ്ങളെ കാലത്ത്, ഖലീഫയായ കാലത്ത് മദീനയിൽ ഭൂകമ്പം. സ്വഹാബത്ത് വന്ന് പറഞ്ഞല്ലോ, അമീറുൽ മുഅ്മിനീൻ മദീന ഇളകുകയുള്ളോ. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു ചാട്ടവാർ എടുത്തു വന്നിട്ട് മദീനയെ ഒരടി നിലത്ത് തറയിലടിച്ചിട്ട് പറഞ്ഞു, പ്രദേശമേ മദീനയെ, ഇന്ന് അള്ളാഹു നിന്നെ ഭരിക്കാൻ ഈ പാവം ഫക്കീറിനെയാണ് ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് അനങ്ങാൻ പാടില്ല, അടങ്ങിക്കിടന്നോളണം. ആ സംഭവത്തിന് ശേഷം ഇന്നോളം മദീനയിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. വിനയം കൊണ്ട്, തവാദുഉ കൊണ്ട് രക്ഷപ്പെട്ട സംഭവം ഇഹ്യയിൽ കാണാം. ഖാല മൂസ ഇബ്നുൽ ഖാസിം, പണ്ഡിതനായ മൂസ ഇബ്നുൽ ഖാസിം പറയാണ്, കാനത്ത് ഇൻദനാ സൽസലത്തുൻ വരീഹുൻ ഹംറാ, ഞങ്ങളുടെ നാട്ടിൽ കനത്ത ചുഴലിക്കാറ്റും ഭൂകമ്പം ഉണ്ടായി. ജനങ്ങളൊക്കെ പേടിച്ച് വിറച്ച് വീടുകൾ ഇട്ടേച്ച് ഓപ്പൺ പ്രദേശങ്ങളിലേക്ക്, മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. വല്ലാത്ത അവസ്ഥ. ഈ സമയത്ത് ഫദഹബതു ഇലാ മുഹമ്മദ് ഇബ്നു മുഖാത്തലിൻ, നമ്മളെ നാട്ടിലുണ്ടായി വെക്കണം നമ്മുടെ അവസ്ഥ കാണണമെങ്കിൽ. എന്ത് ഭയായിരിക്കും. അപ്പൊ നമുക്ക് ഈമാനൊക്കെ ഇല്ലാത്തോടത്തുനിന്ന് വരും. അത് മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈമാന, അതുകൊണ്ട് കാര്യമില്ല. വഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീൻ, അവർ കപ്പലിൽ കയറിയിട്ട് കാറ്റും കോളും തിരമാലയൊക്കെ വരുമ്പോ ദഅവുല്ലാഹ മുഖ്ലിസീൻ, അപ്പുറക്ക് ലാത്ത വേണ്ട, ഉസ്സ വേണ്ട, മനാത്ത വേണ്ട, അള്ളാനെ ഇഖ്ലാസോടെ വിളിക്കും. നമുക്കിപ്പോ പടച്ചവന്മാര് പല പടച്ചോണ്ട്, പണം പടച്ചോന്, പ്രശസ്തി എന്ന് പറഞ്ഞ പടച്ചോന്, നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞ പടച്ചോന്, ഇതൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്നുള്ള നമ്മളെ ധാരണ. പക്ഷെ ഇതങ്ങട്ട് വരുമ്പോ അപ്പം നമ്മൾ ഇഖ്ലാസോടെ വിളിക്കും. അത് ശിർക്കിന്റെ വിളിയ. ആ വിളി കൊണ്ട് കാര്യമില്ല, അതുകൊണ്ടായില്ല. പറഞ്ഞു വരുന്നത്, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, അങ്ങനെ നാട്ടില് വലിയ പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിയത് ഇലാ മുഹമ്മദ് ഇബ്നു മുഖാത്തലിൻ, അന്നത്തെ വലിയ ജ്ഞാനിയും ആരിഫും മുത്തഖിയുമായ ഞങ്ങളെ നാട്ടിലെ ഇമാമുമായ മുഹമ്മദ് ഇബ്നു മുഖാത്തിൽ റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ഓടിയിട്ട് ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദില്ല, അല്ലയോ മഹാനെ, അന്ത ഇമാമുന, അങ്ങ് ഞങ്ങളുടെ ഇമാമാണ്, ദീനീ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങ് കണ്ടില്ലേ നാടിന്റെ അവസ്ഥ, അള്ളാന്റെ ശിക്ഷ വന്നിരിക്കുന്നു, ഭൂകമ്പമുണ്ടായിരിക്കുന്നു, ചുഴലിക്കാറ്റ് വന്നിരിക്കുന്നു. ഫദ്ഉല്ലാഹ ലനാ, ഈ നാട്ടുകാർക്ക് വേണ്ടി, നാടിനു വേണ്ടി, ബഹുമാനപ്പെട്ടവരെ, അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ഞാൻ മുഹമ്മദ് ഇബ്നു മുഖാത്തൽ റഹിമഹുല്ലയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോ ഫബകാ, ആ മഹാൻ ഒരൊറ്റ കരച്ചില. എന്തിനാ കരഞ്ഞതെന്നറിയോ? കരച്ചില് അടക്കി പിടിച്ചുകൊണ്ട് കുറെ സമയം വിതുമ്പിക്കരഞ്ഞുകൊണ്ട് സുമ്മകാല, ആ മഹാൻ പറഞ്ഞത്, ലൈതനീ ലം അകുൻ സബബ ഹലാകികും, ഈ നാശത്തിന്റെ കാരണം, നമ്മുടെ നാട്ടിലുണ്ടായ ഈ ദുരന്തത്തിന്റെ കാരണം ഈ മുഹമ്മദ് ആകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
നല്ല ഭക്തിയുള്ള ആരിഫായ മനുഷ്യൻ ഈ വന്നു പറഞ്ഞ മൂസ ബിനുൽ ഖാസിമിനോട് പറയാണ്, ലൈതനീലം അകുൻ സബബ ഹലാക്കിക്കും, ഈ ഹലാക്കിന്റെ കാരണം ഞാനാകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇതും പറഞ്ഞിട്ട് കരയാൻ. ഞാൻ കേട്ടു പോന്നു. അൽഹംദുലില്ലാഹ്, ആ സംഭവത്തിനു ശേഷം ശാന്തമായി, വളരെ സൗഖ്യമായി നാട്ടിൽ. പിന്നെ പ്രശ്നമില്ല. ചുഴലിക്കാറ്റ് നിന്നു, ഭൂകമ്പം നിന്നു, ആളുകൾക്കൊക്കെ സമാധാനം കിട്ടി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗം, ഞാൻ ഉറക്കിൽ പുണ്യ നബിയെ സ്വപ്നത്തിൽ കണ്ടു. ഫഖാല ലി, എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ റഫഅൻകും ബിദുആഇ മുഹമ്മദ് ഇബ്നു മുഖാത്തലിൻ, നിങ്ങളുടെ ഇമാമിന്റെ ദുആ കൊണ്ട് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, നാട്ടിലെ ദുരന്തത്തിൽ നിന്ന് കാത്തിട്ടുണ്ട് എന്ന മനാമ്, സത്യസന്ധമായ സ്വാദിഖായ മനാമ് എനിക്ക് കിട്ടിയെന്ന് ഈ സംഭവം ഇഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാം ചരിത്രത്തിൽ. പ്രസിദ്ധ അമവി ഭരണാധികാരിയായിരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ കാലത്ത് ഭൂകമ്പമുണ്ടായി. ഭരണാധികാരി എന്ന തരത്തിൽ എന്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സമൂഹത്തോട് പറഞ്ഞത്? നാട്ടുകാരെ സുരക്ഷിത താവളങ്ങളിലേക്ക് ഓടിക്കോളൂ എന്നല്ല പറഞ്ഞത്. ഇസ്ലാമിക ഭരണാധികാരി ഇമാം അതല്ല പറയേണ്ടത്. എന്താണ്? ജനങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്, താക്കീതാണ്, ശിക്ഷയാണിത്. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ ഒരു സമയത്ത് വഴുതു പറഞ്ഞാൽ നല്ല എഫക്ട് ചെയ്യും. ഇപ്പൊ ഈ ഭൂകമ്പം ഒക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ചില ആൾക്കാർ തൂങ്ങുകയാണ്. ഇവർക്ക് ഇതൊന്നും വിഷയം ഉറങ്ങണേ. ഇതിപ്പോ എത്ര ഗൗരവം. എന്നാ നാട്ടിലൊന്ന് കൂലിങ്ങട്ടെ, എന്നാ ഇതിനുള്ള വഴല് പ്രതിവിധി വഴല് അറിഞ്ഞാൽ നല്ല കേൾക്കും ഉറപ്പാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ സാഹചര്യത്തിൽ വിളിച്ചിട്ട് ഉപദേശിക്കുക അവരോട്, നിങ്ങൾ സുരക്ഷിത താവളങ്ങളിലേക്ക് ഓടിക്കോളൂ എന്നല്ല പറഞ്ഞത്. അവരോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ പരീക്ഷണവും ശിക്ഷയും വിശ്വാസികൾക്ക് അനുഗ്രഹവുമാണ് ഇത്. ഫമൻ കാന ഇൻദഹു ശൈഉൻ ഫല്യതസദ്ദഖ്, സാമ്പത്തിക കഴിവുള്ളവരൊക്കെ ദാനം ചെയ്തോളൂ. അള്ളാന്റെ കോപാണിത്. അള്ളാന്റെ കോപം തണുപ്പിക്കാൻ ഒരേ വെള്ളമുള്ള ഒറ്റ വെള്ളം. എന്താണ്? അള്ളാഹുവിന്റെ കോപം തണുപ്പിക്കാനുള്ള ഒരൊറ്റ വെള്ളം, സ്വതക്ക എന്ന വെള്ളം. അതുകൊണ്ട് ഫമൻ കാന ഇൻദഹു ശൈഉൻ, എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ ഫല്യതസദ്ദഖ്, പെട്ടെന്ന് ദാനം ചെയ്യാ. അത് മാത്രം പോരാ, വഖൂലു കമാ ഖാല ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉപ്പ ദുആ ചെയ്ത ദുആ ചെയ്തോളൂ. എന്താ ഉപ്പ ദുആ ചെയ്തത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഉപ്പാന്റെ ദുആ അല്ലാഹു പഠിപ്പിച്ചു തന്നതാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ. പടച്ചോനെ, ഞങ്ങൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്, നീ പുറത്തു തന്ന് അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ പരാജയപ്പെടും റബ്ബേ എന്നർത്ഥമുള്ള ദുആ. ഖൂലു കമാ ഖാല നൂഹ് അലൈഹിസ്സലാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പ്രസംഗിക്കാണ്, ഖൂലു കമാ ഖാല നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി ദുആ ചെയ്തതുപോലെ ദുആ ചെയ്തോളൂ. എന്താ ദുആ? വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞാൻ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എന്റെ പാപം പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇതാ തകരാൻ പോകുന്നു. യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി ദുആ ചെയ്ത ദുആ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിങ്ങൾ ഇതൊക്കെ ദുആ ചെയ്തോളൂ. ഈ ദുആ കൊണ്ട് അവർക്ക് സന്ധ്യയാകുന്നതിന്റെ മുമ്പ് തന്നെ ആ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് ശമനം കിട്ടി, നാട് ശാന്തമായി എന്ന് ചരിത്ര പണ്ഡിതന്മാർ. ഇത് ഇന്നാണ് വളരേണ്ടത്. അന്നൊക്കെ അവര് രക്ഷപ്പെട്ട വഴി, ആ വഴി നമ്മൾ ഇന്നറിയണം, നാം പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഭൂകമ്പത്തിന്റെ, ചുഴലിക്കാറ്റിന്റെ അടിസ്ഥാന കാരണങ്ങൾ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ 15 കാര്യങ്ങൾ ഏതൊരു ജനതയിലുണ്ടായോ, ഏതൊരു നാട്ടിലുണ്ടായോ, ഉറപ്പാണ് അവിടെ ചുഴലിക്കാറ്റും ഭൂകമ്പവും ഉറപ്പാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ച കിതാബുൽ ഫിതനിൽ ഉദ്ധരിച്ച ഹദീസിൽ അത് കാണാം. 15 കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞത്, വിശദീകരിച്ചത്. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫഅലത് ഉമ്മത്തി 15 ഖസ്ലതൻ ഹല്ല ബിഹൽ ബലാ. എന്റെ ഉമ്മത്തിൽ, ഒരു നാട്ടിൽ, ഏത് നാടാകട്ടെ, 15 കാര്യങ്ങൾ അവിടെ ഉണ്ടായാൽ ആ നാട്ടിൽ ബലാ, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കെടുതികൾ അവിടെ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഏത് നാട്ടിലാണെങ്കിലും. ഏതാണ് 15 കാര്യം?
എല്ലാ കാര്യങ്ങളും ഇന്ന് നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ 15 കാര്യം പുന്നാര നബി തങ്ങൾ എണ്ണി 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 പറഞ്ഞു തന്നു. ആ 15 കാര്യം നമ്മിലുണ്ടോ എന്ന് നാം പരിശോധിക്കണ്ടേ? ലോകം തകരാൻ, ലോകം തകർന്നടിയാൻ കാരണമായ ദുശ്ചൈതി തന്നിലുണ്ടോ എന്ന് ഓരോ മുസ്ലിമും, ഈമാൻ ഹൃദയത്തിലുള്ള മനുഷ്യനും വിചിന്തനം നടത്തേണ്ട, പരിശോധിക്കേണ്ട സമയമല്ലേ ഈ ആഖിർ സമാൻ? അള്ളാഹു നമ്മുടെ നാടിനെ കാക്കണ്ടേ? നമ്മുടെ പ്രദേശത്തെ വിഴുങ്ങിക്കളയുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹ് കാക്കണ്ടേ? കാക്കണമെന്നെങ്കിൽ ദുആ മാത്രം പോരാ, അതിനുള്ള കാരണങ്ങളില്ലാതെ സൂക്ഷിക്കുകയും വേണം. ഇൻഷാ അള്ളാഹ് ആ 15 കാര്യങ്ങൾ മുഫസ്സിറുകൾ, ഹദീസ് പണ്ഡിതന്മാർ ഒരുപാട് റിവായത്തിലൂടെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഹദീസ്, മുസ്ലിം ലോകത്തിന് വർത്തമാന കാലത്ത് സമൂഹത്തോട് പറയാനുള്ളത് ഈ 15 കാര്യങ്ങളാണ്. പണ്ഡിതന്മാർ ഈ 15 കാര്യങ്ങൾ വെച്ച് ജനങ്ങളെ പ്രബോധനം ചെയ്യണം, ബോധവൽക്കരിക്കണം. ലോകത്തിന്റെ നാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 15 കാര്യം നമുക്ക് പഠിക്കാം. അല്ലാഹു സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ കോപം പതിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാന്റ്സ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.